കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മുടെ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന F-35 യുദ്ധവിമാനം. ഈ സംഭവം വലിയ ചർച്ചകൾക്കും ട്രോളുകൾക്കും തെറ്റിദ്ധാരണകൾക്കും വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ? നമുക്ക് വിശദമായി തന്നെ നോക്കാം. 2025 ജൂൺ 14 ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35B ലൈറ്റ്നിംഗ് II വിഭാഗത്തിൽപ്പെട്ട ഒരു യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ളതായിരുന്നു ഈ വിമാനം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സാധാരണ പറക്കൽ നടത്തുന്നതിനിടെ കാലാവസ്ഥാ പ്രശ്നങ്ങളും ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ തകരാറും കാരണം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുമതി തേടിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്തോടെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. വിമാനം അടിയന്തരമായി ഇറക്കിയതിനു ശേഷം സാങ്കേതിക തകരാറുകൾ കണ്ടെത്തി. ബ്രിട്ടീഷ് നേവിയിലെ സാങ്കേതിക വിദഗ്ധർ വിമാനം അറ്റകുറ്റപ്പണി നടത്താൻ ശ്രമിച്ചെങ്കിലും അത് എളുപ്പമായിരുന്നില്ല. വിമാനം തുറന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്നത് മൺസൂൺ മഴയെ നേരിടാൻ പ്രയാസമുണ്ടാക്കി. തുടക്കത്തിൽ വിമാനം ഒരു ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള ഇന്ത്യയുടെ വാഗ്ദാനം ബ്രിട്ടൻ നിരസിച്ചിരുന്നു. വിമാനത്തിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള സാങ്കേതിക വിദ്യകൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി തുടർ പരിശോധനകൾക്കായി വിമാനത്തെ ഹാങ്ങറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിമാനത്തിൻ്റെ തകരാറുകൾ പരിഹരിക്കുന്നതിനായി ബ്രിട്ടനിൽ നിന്നെത്തിയ ഈ വിദഗ്ധ സംഘം വിമാനം അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കാനോ അല്ലെങ്കിൽ ഭാഗികമായി വേർപെടുത്തി ചരക്ക് വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനോ ആണ് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയും വിമാനത്താവള അധികൃതരും ഈ വിഷയത്തിൽ ബ്രിട്ടന് എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. വിമാനം സുരക്ഷിതമായി ഇറക്കുന്നതിനും ഇന്ധനം നിറയ്ക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ സഹകരണം നിർണായകമായിരുന്നു. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ തമാശകൾക്കും ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. അതിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, ഇന്ത്യയുടെ ഫ്ലൈറ്റ് ജാമറിൽപ്പെട്ടാണ് ഈ വിമാനത്തിന് തകരാറുകൾ സംഭവിച്ചത് എന്നതാണ്. എന്നാൽ സത്യത്തിൽ ഇത് ലാൻഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അത്തരം ജാമർ ഉപയോഗിച്ചാൽ ഒരു വിമാനത്തിനും ആ വ്യോമപാത വഴി പറക്കാനാകില്ല. അത്തരം സാങ്കേതിക വിദ്യകൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മാത്രമല്ല, ബ്രിട്ടൻ ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം വെറുതെ കെട്ടിച്ചമച്ച ഒരു കഥ മാത്രമാണ്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഒരു വ്യാജ OLX വെബ്സൈറ്റിൽ F-35 വിമാനം വിൽപ്പനയ്ക്ക് വെച്ചു എന്ന് പറഞ്ഞ് ഒരു ചിത്രം പ്രചരിച്ചിരുന്നു. ഇത് തീർത്തും വ്യാജമായ ഒരു തമാശയായിരുന്നു. ഡൊണാൾഡ് ട്രംപൻ എന്ന പേരിൽ ഒരാൾ ചെയ്ത ഒരു തമാശ മാത്രമാണിത്. F-35 യുദ്ധവിമാനം തിരുവനന്തപുരത്ത് കുടുങ്ങിക്കിടക്കുന്നത് ഒരു ഇന്ത്യൻ പൗരനെ പോലെയാണെന്ന് തമാശ രൂപേണ ചിത്രീകരിച്ചു. വിമാനത്തിൻ്റെ പേരിൽ ഒരു വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. ഇതും വിനോദത്തിനായി ഉണ്ടാക്കിയ ഒരു ട്രോൾ മാത്രമാണ്. തകരാറിലായ വിമാനം ഇന്ത്യ കോടിക്കണക്കിന് രൂപ മുടക്കി വാങ്ങാൻ പദ്ധതിയിടുകയാണെന്ന് ചില റിപ്പോർട്ടുകൾ പ്രചരിച്ചു. ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. വിമാനം ബ്രിട്ടീഷ് റോയൽ നേവിയുടെ സ്വന്തമാണ്. അവർ തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഇന്ത്യ അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ല. വിമാനത്തിൻ്റെ പൈലറ്റ് കേരളത്തിൽ താമസമാക്കിയെന്നും വിവാഹം കഴിച്ചെന്നും പറഞ്ഞ് തമാശകൾ പ്രചരിച്ചു. യഥാർത്ഥത്തിൽ പൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിന് ശേഷം തിരികെ പോയിരുന്നു. അടുത്തത് കേരള ടൂറിസത്തിൻ്റെ വൈറലായ ഒരു പരസ്യമാണ്. കേരള ടൂറിസം വിമാനത്തെ ഉപയോഗിച്ച് കേരളം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത ഇടം എന്ന പരസ്യം ചെയ്തതും വലിയ ചർച്ചയായി. ഇത് നർമ്മം കലർന്ന ഒരു പ്രമോഷൻ തന്ത്രമായിരുന്നു. എന്തിനാണ് ഈ ചർച്ചകൾ? F-35 പോലുള്ള അത്യാധുനിക യുദ്ധവിമാനം അപ്രതീക്ഷിതമായി ഒരു സാധാരണ വിമാനത്താവളത്തിൽ കുടുങ്ങുന്നത് ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ വേഗത്തിൽ ട്രോളുകളായും മീമുകളായും മാറുന്നത് സ്വാഭാവികമാണ്. എന്നാൽ തമാശകൾക്കും ട്രോളുകൾക്കും അപ്പുറം സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ F-35 യുദ്ധവിമാനം ഒരു അടിയന്തര ലാൻഡിങ്ങിനെ തുടർന്ന് സാങ്കേതിക തകരാറുകൾ മൂലം കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് ബ്രിട്ടീഷ് നേവി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. പ്രചരിക്കുന്ന പല കഥകളും ഊഹാപോഹങ്ങളും തമാശകൾ മാത്രമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.